ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ സിപിഎം പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് സിപിഎം വടകര എസ്.പി. ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. എത്തിച്ചേരുന്ന സഖാക്കൾ നിർബന്ധമായും അവിടെ ഇരിക്കണം. സിപിഐഎം പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലിസ്റ്റ് അനുസരിച്ചല്ല വിളിക്കേണ്ടത്. രമേശ് ചെന്നിത്തല പറയുന്നവരെയല്ല പ്രതിയാക്കേണ്ടത്. അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തേണ്ടത്. ഇവിടെ പ്രതികളെ മുൻകൂട്ടി നിശ്ചയിച്ച് UDF-ന് രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവസരമുണ്ടാക്കാനുള്ള തെളിവ് ശേഖരണമാണ് നിങ്ങൾ നടത്തുന്നത്. ആ നടപടികൾ അവസാനിപ്പിച്ച് കേസ് അന്വേഷണം നേരായ വഴിയിൽ നടത്തുക, നിഷ്പക്ഷമായ നിലയിൽ നടത്തുക. ഈ രണ്ടാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വരെ എത്തിയത്. ന്യായമായി ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഈ തെറ്റുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്കും കിടക്കുന്ന ഒരു ദിവസത്തേക്ക് ഞങ്ങളെ തള്ളിവിടരുത് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ UDF സർക്കാരും പോലീസും CPM പ്രവർത്തകരെയും നേതാക്കളെയും വേട്ടയാടുന്നു എന്നാരോപിച്ചാണ് CPM ജനകീയ പ്രതിഷേധമായി വടകര റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം, കെ. പ്രദീപ് കുമാർ MLA, പി. സതീദേവി, കെ. ലതിക MLA എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഒഞ്ചിയം മേഖലയിൽ നിന്നുള്ള CPM പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു. മാർച്ച് വടകരയിലെ കോഴിക്കോട് റൂറൽ SP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. മാർച്ച് തടയാൻ പോലീസ് വടകരയിൽ സൃഷ്ടിച്ചത് യുദ്ധപ്രതീതിയായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ നൂറുകണക്കിന് വരുന്ന പോലീസ് സംഘം വടകരയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ വലയം ഒരുക്കിയിരുന്നു. മാർച്ച് എളമരം കരീം ഉദ്ഘാടനം ചെയ്തു.